റിയാക്ഷൻസ്, പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് ചെയ്താലും അമ്മയെ കൊന്നാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെയാണ്. സോഷ്യൽ മീഡിയയിൽ ബാഡ് റിയാക്ഷൻസ് വരാറുണ്ടോ? തീർച്ചയായിട്ടും അത് അവരുടെ ഫ്രീഡമാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് വലിയ കാര്യമാണ്, നിരൂപണമല്ലേ. നമ്മൾ ചെയ്യുന്നതിലെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ നമ്മളെ അറിയിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്താലും പരിഹസിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അത് അവരുടെ ഒരു സൈക്കോളജി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് അവർക്ക് കിട്ടുകയാണെങ്കിലാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഈവൻ നമ്മുടെ മോള് ഉണ്ടാകുന്നത് വരെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ള സംശയമായിരുന്നു. നാട്ടുകാർക്കാണ് സംശയം. അതിനെ നമുക്ക് ഈ സംശയമൊക്കെ പ്രൂവ് ചെയ്ത് കൂടി എല്ലാ സംശയങ്ങൾക്കും പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് പ്രായോഗികമല്ല. നമുക്ക് സമയമാകുമ്പോൾ നമ്മുടെ അപ്പോൾ ഇപ്പം മോളുണ്ട്, മോൾക്ക് ഇപ്പോൾ 7 മാസമായി, പേര് ആമിയാണ്. അപ്പൊ മോള് ഉണ്ടായ സന്തോഷം എൻ്റെ ലൈഫിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് മോളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോളുടെ കൂടെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആളുകൾ പറയും, നിങ്ങളുടെ കുട്ടികളുടെ കൂടെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുട്ടികളില്ലാത്തവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്. ഇതാണ് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് അവരെ ഹാപ്പി ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല. അപ്പോൾ അത് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്ന കാര്യം ലൈഫിൽ ഇതുപോലെ പരിഹാസങ്ങൾ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് പേരുണ്ട്. അത് നെഗറ്റീവ് പറയുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സോ അതിന് അത്ര ഇമ്പോർട്ടൻറ്റ് മാത്രം കൊടുത്തിട്ട് വിട്ട് കളയാം. എസ്പെഷ്യലി ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ നെഗറ്റീവ് കമൻസിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് മോർ ദാൻ 1000 കമൻസ് വന്നത്. അപ്പോൾ അതിൽ പകുതി പേരും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ടാവും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ശരീരത്തിനെ മോശമാക്കുന്ന, ശരീരത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങൾ ചെയ്യരുത്. സെക്കൻഡ് വൺ, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. തേർഡ് വൺ, വേറെ ആളുകളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇത് 3 അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും നമുക്ക് ചെയ്യാം. അതിന് ആര് മോശം പറയുവാണെങ്കിലും നിങ്ങൾ റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ഫ്രീഡമാണ്. ലൈഫ് ആസ്വദിക്കാനുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നതാണ് നമുക്ക് ഓരോ മൊമെന്റും ആസ്വദിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ഇതുപോലെ സമൂഹത്തിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആവുന്ന കാര്യമല്ല. സോ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓർമ്മ വെച്ചത് മുതൽ ഒരു പക്ഷേ ഈ 27 വയസ്സ് വരെ ഞാൻ ട്രൈ ചെയ്ത കാര്യം അതാണ്. ലൈഫിൻ്റെ ഓരോ മൊമെന്റ്സ് നമ്മൾ ആസ്വദിക്കുക. ബിക്കോസ് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ആരും ശല്യം ചെയ്യാത്ത രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. അപ്പോൾ